ഇന്ന് നമ്മൾ നല്ലൊരു സ്പെഷ്യലായിട്ട് ഫിഷ് മസാല കേട്ടോ ചെയ്തെടുക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു അടിപൊളിയായിട്ടുള്ളൊരു മസാലയാണ്. നമ്മൾ എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പാർട്ടിയൊക്കെ ഉള്ള സമയത്തും നമ്മൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫിഷ് മസാലയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മീനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മീനിങ്ങനെ ഈ ദശയുള്ള ടൈപ്പ് മീനുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള മീനാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി കുറേശ്ശെ മാത്രം കേട്ടോ ചതച്ചിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ആ ഒരു മാരിനേഷൻ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഓരോന്നായിട്ടും ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ എടുത്ത് വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഉപ്പും പുളിയൊക്കെ പിടിച്ചൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് എണ്ണ വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ മീനിങ്ങനെ ഒരുപാട് കുക്കാക്കി എടുക്കരുത്. ഒരു മിനിറ്റൊക്കെ ഒന്ന് വെച്ചിട്ട് ആ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കളറ് മാറുന്ന സമയത്ത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വലിയൊരു സവാള ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്നിങ്ങനെ വഴന്ന് വരുന്ന സമയത്തിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളി ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറുന്ന സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ 1/2 ടീസ്പൂണോളം വലിയ ജീരകം, ചെറിയ ജീരകം രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ പൊട്ടുകടലയും കാഷ്യൂനട്ടൊക്കെ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, എന്തായാലും അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളകും തേങ്ങ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. തേങ്ങയുടെ കളറൊന്നും മാറി ഇങ്ങനെ ഒരുപാട് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, ആ ഒരു പച്ച ഇങ്ങനെ മാറിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കുകയാണ്. ചൂടാറിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് പച്ചമുളക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് പച്ചമുളക് ചേർക്കാതെ ഇത്രയും വഴറ്റിയെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പച്ചമുളക് അതിലേക്ക് ഇട്ട് പോയതായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ഇടാം. അപ്പോൾ അത് നമ്മളിതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പാനിൽ തന്നെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്ന പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി 2 3 നല്ല പഴുത്ത വലിയ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടിച്ചിട്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ആ ഒരു എണ്ണയിൽ തക്കാളിയും ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഒരു എണ്ണയൊക്കെ തെളിയുന്നവരെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പും കുറച്ച് ആ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊരു ലൂസായിട്ടാണുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് അത് കുറച്ച് സമയം ഒന്നിങ്ങനെ തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇത്തിരി ഒരു ടൈം എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിതാ ആ ഒരു വെള്ളമൊക്കെ ഏകദേശം വറ്റി ഒന്നിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മീൻ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു മീനിൻ്റെ മേലെ വേറൊരു മീൻ അങ്ങനെ ആവാത്ത രീതിയിൽ ഇതുപോലെ വിട്ട് വെച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പരന്ന പാത്രം നോക്കിയെടുക്കുക കേട്ടോ ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എല്ലാ മീനും വെച്ചതിന് ശേഷം സൈഡിൽ നിന്ന് ആ ഒരു അരപ്പ് ഇങ്ങനെ മീനിൻ്റെ മേലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പം ആ ഒരു താഴെ ഭാഗത്തും മേലെ ഇങ്ങനെ അരപ്പ് വരുന്ന രീതിയിൽ, അല്ലാതെ നമ്മൾ മീൻ മറിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ഒരു 1 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് കുറച്ച് സമയം ആ ഒരു ബട്ടർ ഇങ്ങനെ ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് സമയം ഒന്നിങ്ങനെ അടച്ചു വെച്ചിട്ട് സിമ്മിൽ വെക്കുക കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു ബട്ടറൊക്കെ ഒന്നിങ്ങനെ മെൽറ്റായിട്ട് വരും. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മീനും മുറിഞ്ഞു പോകും. അപ്പോൾ അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് ആ ഒരു കറി ഒരു നല്ലൊരു തിക്കാക്കി എടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ മീൻ മുറിഞ്ഞു പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീനായതുകൊണ്ട് അത്ര പെട്ടെന്ന് മുറിഞ്ഞു പോകില്ല, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അതൊന്നും ഇങ്ങനെ തിളച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. കുറച്ച് സമയം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കസൂരി മേത്തി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉലുവയുടെ ഇലയില്ല, അപ്പോൾ അത് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തു. അതുകൂടെ ചേർക്കുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല, എന്നാലും കുറച്ച് സമയം എടുക്കും നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ ചോറിനേക്കാളും ടേസ്റ്റ് ഇത് നെയ്ച്ചോറിനും അല്ലാന്നുണ്ടെങ്കിൽ പൊറാട്ടക്കൊക്കെ പറ്റിയൊരു അടിപൊളിയായിട്ടൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് 1-2 ക്യാരറ്റിൻ്റെ പീസും അതുപോലെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നല്ല മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.